السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. أعوذ بالله من الشيطان الرجيم. نساؤكم حرث لكم فأتوا حرثكم أنّا شئتم وقدموا لأنفسكم واتقوا الله واعلموا أنكم ملاقوه وبشر المؤمنين. സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹ്മദ് അസീം അയ്യദുല്ലാഹു തആല ബിൻ ഹുസൈൻ നസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറ ബഖറയിലെ 224 വചനമാണ് നിങ്ങൾ കേട്ടത്. നമുക്കതിൻ്റെ വാക്കർത്ഥം ഒന്ന് പരിശോധിക്കാം. നിസാവുക്കും, നിങ്ങളുടെ സ്ത്രീകൾ, ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഭാര്യമാർ. ഹറുസും ലക്കും, ഹറുസുൻ കൃഷിയാകുന്നു അഥവാ വിളയിടം ആകുന്നു. ലക്കും നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ കൃഷിയിടം ആകുന്നു. ഫഉതു നിങ്ങൾ ചെല്ലുവിൻ, ഫഉതു അതിനാൽ നിങ്ങൾ ചെല്ലുവിൻ, ഹർസക്കും കൃഷിയുടെ അടുത്ത്, കൃഷിയിടത്തേക്ക്, അന്നാശീത്തും നിങ്ങൾ എങ്ങനെ ഉദ്ദേശിക്കുന്നുവോ അങ്ങനെ, നിങ്ങളുടെ കൃഷിയിടത്തേക്ക് നിങ്ങൾ ചെല്ലുക. വഖദ്ദിമു നിങ്ങൾ മുൻകൂട്ടി ചെയ്തു വയ്ക്കുകയും ചെയ്യുക. വഖദ്ദിമു നിങ്ങൾ മുൻകൂട്ടി ചെയ്തു വയ്ക്കുകയും ചെയ്യുക. ലിഅൻഫുസിക്കും നിങ്ങൾക്കു തന്നെ, നിങ്ങൾക്ക് വേണ്ടി. വത്തഖുല്ലാഹ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. വഅലമു നിങ്ങൾ അറിയുകയും ചെയ്യുക. അന്നക്കും നിശ്ചയമായും നിങ്ങൾ മുലാഖൂഹു അവനുമായി കണ്ടുമുട്ടുന്നവർ ആണെന്ന്. വബശ്ശിരിൽ മുഅ്മിനീൻ സത്യവിശ്വാസികൾക്ക് നീ സന്തോഷം അറിയിക്കുകയും ചെയ്യുക. ഇതാണ് ഈ വചനത്തിൻ്റെ പദാർത്ഥങ്ങൾ. ഹസ്രത്ത് ഖലീഫത്തുള്ള ഇത് സംബന്ധമായിട്ട് നൽകുന്ന വിശദീകരണത്തിൽ സെക്സ്വൽ അപ്പിറ്റൈറ്റ് ആൻഡ് ദ ഫുൾഫിൽമെൻറ്റ് ഓഫ് ഇറ്റ് ഇൻ സെക്സ്വൽ ഇൻ്റർകോഴ്സ് വിത്ത് വുമൻ ഈസ് നോട്ട് അറ്റ് ആൾ എ സിൻ. ലൈംഗികമായ അഭിരുചിയും അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകളും ഇൻ സെക്സ്വൽ ഇൻ്റർകോഴ്സ് ലൈംഗികമായ ഇടപാടുകളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള പ്രവൃത്തിയും വിത്ത് വുമൻ സ്ത്രീകളുമായി
ഈസ് നോട്ട് അറ്റ് ഓൾ എ സിൻ, ഒരിക്കലും ഒരല്പം പോലും പാപമല്ല. അപ്പോൾ സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതും അവൻ്റെ ലൈംഗിക അഭിരുചി പൂർത്തീകരിക്കുന്നതിനും വേണ്ടിയുള്ള പ്രവർത്തനം ഒരിക്കലും പാപമല്ല. പ്രൊവൈഡഡ് ദ വിമൻ ആർ ലാഫുള്ളി വെഡഡ് വൈഫ്സ്, പക്ഷെ സ്ത്രീകൾ നിയമാനുസൃതമായി വിവാഹം ചെയ്ത ഭാര്യമാരായിരിക്കണം. പ്രൊവൈഡഡ് ദ വിമൻ ആർ ലാഫുള്ളി വെഡഡ് വൈഫ്സ് ആൻഡ് വാട്ട് യുവർ റൈറ്റ് ഹാൻഡ് പൊസസ്, നിങ്ങളുടെ വലത് കൈ കരസ്ഥമാക്കിയ ഉടമസ്ഥപ്പെടുത്തിയവരും ആയിരിക്കണം. ആസ് ദ ഖുർആൻ പുട്ട് ഇറ്റ് ഇൻ സെവറൽ വേഴ്സസ്, ഈ കാര്യം വിശുദ്ധ ഖുർആൻ പല ഇടങ്ങളിൽ പല വചനങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട്, വ്യക്തമാക്കിയിട്ടുണ്ട്. ദസ് സെക്സ്വൽ റിലേഷൻ ഇൻ ഇറ്റ് സെൽഫ്, അതുകൊണ്ട് ലൈംഗികമായ ബന്ധം അത് സ്വയമേ തന്നെ ഈസ് നോട്ട് എ വിഷിയസ് തിങ്, അതൊരു അധർമ്മപരമായ കാര്യമല്ല എന്നറിയുക. നിയമാനുസൃതമായ നിലയിൽ വിവാഹം കഴിക്കുകയോ നിങ്ങളുടെ വലത് കരങ്ങൾ അധീനപ്പെടുത്തുകയോ ചെയ്തിട്ടുള്ള സ്ത്രീകളുമായി നിങ്ങൾക്ക് ലൈംഗിക ആസ്വാദനം നടത്തുന്നത് ഒരിക്കലും പാപമല്ല. ഇറ്റ് സെൽഫ് ഈസ് നോട്ട് എ വിഷിയസ് തിങ് ടു ബി അഷെയിംഡ് ഓഫ്, ലജ്ജിക്കേണ്ട യാതൊരു കാര്യവും ഉള്ളതല്ല, അധർമ്മമായ കാര്യവുമല്ല. ഓർ ടു ബി ഡൺ ബ്രൂട്ടലി, അതുപോലെ ക്രൂരമായിട്ടല്ല ഇത് ചെയ്യേണ്ടത് എന്ന കാര്യവും അറിഞ്ഞിരിക്കണം. സ്ത്രീകളുമായുള്ള ലൈംഗിക വീഴ്ച ഒരിക്കലും അക്രമാസക്തത്തിലേക്കോ ക്രൂരമായ ഒരു പ്രവൃത്തിയിലേക്കോ പോകാനല്ല, അത് പരിപൂർണമായും ആസ്വദിക്കേണ്ട കാര്യമാണ്. അത് അല്ലാഹു തആല നിങ്ങൾക്ക് അനുവദിച്ച് തന്നിരിക്കുന്നതുമാണ്. അത് ഇരുകൂട്ടരുടെയും പങ്കാളിത്തം അതിൽ ഉണ്ടായിരിക്കണം എല്ലാ നിലയിലും. കാരണം അവർ ബോണ്ടാണ്, പരസ്പരം ഒരു കരാറാണ്. രണ്ടു കൂട്ടർക്കും അവകാശമുണ്ട്, പുരുഷനും അതുപോലെ സ്ത്രീക്കും ലൈംഗികമായി ബന്ധപ്പെടണമെന്നുള്ള ആവശ്യമുള്ളപ്പോൾ പുരുഷനെ സമീപിക്കുകയും അതുപോലെ പുരുഷനും സമീപിക്കുകയും ഇരുകൂട്ടരും ഒന്നായി ചേർന്നുകൊണ്ട് ആയിരിക്കണം അവർ ആ ലൈംഗിക ആസ്വാദനം നടത്തേണ്ടത്. കാരണം അതിമഹത്തായ ഉത്തമമായ ഒരു കാര്യമാണ് നിർവഹിക്കപ്പെടുന്നത്. അതിലൂടെ തങ്ങളുടെ ഭാവി തലമുറയെ, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരെ ദാസിമാരെ തങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്തുകൊണ്ട് നടത്തേണ്ട ഏറ്റവും ഉത്തമമായ ഉദാത്തമായ ഉത്കൃഷ്ടമായ ശ്രേഷ്ഠപരമായ കാര്യം തന്നെയാണ് അത്. ആ നിലയിൽ അതിനെ കാണേണ്ടതും ചെയ്യേണ്ടതുമാണ്. വൈഫ്സ് ഹാവ് ഈക്വൽ റൈറ്റ്സ്, ഭാര്യമാർക്ക് തുല്യമായ അവകാശങ്ങളുണ്ട്. ഇൻ ഷെയറിങ് ദ മാരിറ്റൽ ബെഡ്, വിവാഹാനന്തരം അവർ ശയിക്കുന്നതിനും കിടക്ക പങ്കിടുന്നതിനും അവർക്കും തുല്യമായ അവകാശമുണ്ട്. ആൻഡ് സെക്സ്, അതുപോലെ സെക്സ് ആസ്വദിക്കുന്നതിനും ലൈംഗികത ആസ്വദിക്കുന്നതിനുമുള്ള അവകാശം അവർക്കുമുണ്ട്. ലൈക്ക് മെൻ, പുരുഷന്മാരെ പോലെ ദേ ആൾസോ ഹാവ് സം ഡിമാൻഡ്സ്, അവർക്കും ചില അവകാശങ്ങളുണ്ട്. ആൻഡ് ബോത്ത് പാർട്ട്നേഴ്സ്, അങ്ങനെ രണ്ട് പങ്കാളികളും പാർട്ട്നേഴ്സ് എന്ന് തന്നെയാണ്, രണ്ടുപേർക്കും തുല്യ അവകാശമുള്ള ഒരു പ്രക്രിയയാണിത്. ആൻഡ് ബോത്ത് പാർട്ട്നേഴ്സ് ഷുഡ് ബി ഫ്രീ ടു ഗോ ടു ഈച്ച് അതർ, അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിന് ഇത് സംബന്ധമായ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി അവകാശമുണ്ട്. ഇൻ ദ ബോണ്ട് ഓഫ് ലവ്, അത് സ്നേഹത്തിൻ്റെ ബോണ്ടിലായിരിക്കണം, ഉടമ്പടിയിലായിരിക്കണം. പരസ്പര സ്നേഹത്തിൻ്റെ, ആസ്വാദനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സ്നേഹത്തിൻ്റെ എല്ലാം പരിലാളന അതിനുണ്ടായിരിക്കണം ഈ കാര്യനിർവഹണത്തിന്. വിച്ച് അല്ലാഹ് ഹാസ് പുട്ട് ഇൻ ദെയർ ബ്രസ്റ്റ്സ് ഫോർ വൺ അനദർ, അല്ലാഹു തആല അവരുടെ ഹൃദയങ്ങളിൽ ഓരോരുത്തർക്കുമായി ഇട്ടുകൊടുത്തിരിക്കുന്ന സ്നേഹമാണത്. ആ സ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ടായിരിക്കണം ആ ബന്ധം അത് പൂർത്തീകരിക്കേണ്ടത്.
ഈ കൽപ്പനകൾ, വിശുദ്ധ ഖുർആനിൽ നൽകിയിരിക്കുന്ന ഈ കൽപ്പനകൾ പുരുഷനും സ്ത്രീയും വേണ്ടതുപോലെ മനസ്സിലാക്കുന്നില്ല എങ്കിൽ പുരുഷൻ ചെല്ലുമ്പോൾ സ്ത്രീ അങ്ങോട്ട് തിരിഞ്ഞ് നടക്കും. സ്ത്രീ ഇങ്ങോട്ട് വരുവാണെങ്കിൽ അവനെന്തെങ്കിലും ഒരു കെറു കാണും ഉള്ളിൽ, അവൻ ഇങ്ങോട്ട് തിരിഞ്ഞ് നടക്കും. ഇങ്ങനെയൊക്കെയുള്ള എത്ര ദാമ്പത്യങ്ങളാണ് ഒരുമിച്ച് അല്ലാഹു തആല ഇവർക്ക് ഒരു ഉടമ്പടിയിലൂടെ അവരുടെ സെക്സ് ആസ്വദിക്കുവാൻ അല്ലാഹു തആല എല്ലാവിധ അനുവാദങ്ങളും നൽകിയിട്ട് ഭാഗ്യഹീനകളായ സ്ത്രീകൾ ഈ ലൈംഗികത ആസ്വദിക്കുവാൻ കഴിയാതെ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും പകയുടെയും നീരാളി ഹസ്തത്തിൽ അമർന്നുപോയ ജീവിതങ്ങൾ എത്ര. പുറമേ നമ്മൾ നോക്കുമ്പോൾ പറയാം, അയ്യോ അവർ ഭാര്യയാണ് ഭർത്താവാണ് എന്ന് പറയാമെങ്കിലും യഥാർത്ഥത്തിൽ അവർ ഭാര്യാഭർത്താക്കന്മാരെന്നുള്ള നിലയിൽ പരസ്പര സ്നേഹബന്ധത്തിൽ അധിഷ്ഠിതമായ സന്തോഷകരമായ ഒരു ലൈംഗികത അനുഭവിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് യഥാർത്ഥ ഭാര്യാഭർത്താക്കന്മാരെന്ന് പറയുന്നത്. അത് പരസ്പരമുള്ള ഹൃദയത്തിൻ്റെ വിശാലത കുറവ് കൊണ്ട് അത് ചുരുങ്ങിയതിൻ്റെ പരിണിത ഫലമായി പരസ്പരം കൂടുതൽ സ്നേഹങ്ങൾ പങ്കുവയ്ക്കുന്നതിനും കൂടുതൽ ആസ്വാദനങ്ങൾ ഈ ലോകത്ത് വെച്ച് നേടുന്നതിനും പകരം കൂടുതൽ വെറുപ്പും വിദ്വേഷവുമായി പോകുന്ന ഹതഭാഗ്യരായ ഭാര്യമാരും ഭർത്താക്കന്മാരും കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് ഗ്രഹിച്ച് ചിന്തിച്ച് മനസ്സിലാക്കേണ്ട അധ്യാപനങ്ങൾ തന്നെയാണ് ഇതിലൂടെ നമുക്ക് നൽകുന്നത്. ഇതിൻ്റെ ബാക്കി വിശദീകരണങ്ങളായി അല്ലാഹു തആല തൗഫീഖ് ചെയ്താൽ നാളത്തെ പ്രഭാതത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ജസാക്കുമുല്ലാഹ് അഹ്സനുൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു കാര്യം കൂടിയുണ്ട്, ഒരറിയിപ്പ്.